ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കോളേജിലാണുള്ളത്. അപ്പോൾ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. കുറേ ദിവസമായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ബ്രേക്കിന് പോകുന്നത്. അപ്പോൾ ക്യാൻറ്റീനിലോട്ടാട്ടോ പോകാം. ക്യാൻറ്റീനിൽ പോകുന്ന വഴിക്കുള്ള ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ കോളേജ് ഇരിക്കുന്നത് ഒരു മലയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വ്യൂ പോയിൻറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ക്യാൻറ്റീനിൽ പോയി. അപ്പോൾ ബോണ്ടയാണ് കേട്ടോ കഴിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു ബോണ്ടയിൽ ഒതുക്കി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അപ്പം ഡയറ്റായിട്ടാണോ ഇങ്ങനെ എണ്ണയിൽ പൊതിഞ്ഞ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഞാൻ കൺട്രോൾഡ് ഡയറ്റാണ്. ഈ ബോണ്ട കഴിക്കുന്നത് കൂടിയും ഞാൻ ഇതിൽ നിന്നുള്ള എണ്ണയൊക്കെ പിഴിഞ്ഞെടുത്തിട്ടാണ് കഴിക്കുന്നത്. 2 ടിഷ്യൂ പേപ്പർ ഫുള്ള് എണ്ണ ഞാൻ പിഴിഞ്ഞെടുത്തു. അറ്റ് ലാസ്റ്റ് എനിക്ക് വേറെ നിവർത്തിയില്ല. ഇനിയും അതിൽ എണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ വിശപ്പ് കാരണം ഞാൻ പിന്നെ എൻ്റെ ശ്രമം ഉപേക്ഷിച്ച് കഴിച്ചതേ നോക്കി. എൻ്റെ ചുണ്ടിലൊക്കെ എണ്ണ, അത്രയ്ക്ക് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ബോണ്ടാന്നാണ് കേട്ടോ പറയുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. സാധാരണ ഞാൻ ജ്യൂസാണ് കുടിക്കാറ്. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലൊതുക്കി. പിന്നെ 2:30 ആയപ്പോഴത്തേക്കും ക്ലാസ് വിട്ടു. ഞാൻ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടയേർഡായിരിക്കും. ബെഡ് കണ്ട് അപ്പം കിടക്കണം. അതിന് മുന്നേ കോട്ടും വാച്ചും ഒക്കെ ഒന്ന് ഊരി വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ചോറും തൈരും പപ്പടവും സാമ്പാറും ഒക്കെയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡാണ് കേട്ടോ. പിന്നെ ഒരു കടലയുടെ തോരനോ എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. അതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ഹോസ്റ്റലിൽ ഞാൻ കഴിക്കുന്ന എൻ്റെ ഒരു ഫുഡ് ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. ഫുഡൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. ഒരു 4-4:30 ആയി. ഇനി എനിക്ക് ജിമ്മിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ എവിടെ നിന്നാലും വ്യൂ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് മലയും ഒക്കെ കാണാൻ പറ്റും. എവിടെ നോക്കിയാലും മല കാണാൻ പറ്റൂടെ. അതാണ് ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് നോക്കിയാലും കോളേജിൽ നിന്ന് നോക്കിയാലൊക്കെ മല കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉറക്കമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് കുറച്ച് നേരം ഇരുന്നിട്ടോ. ഇനി ജിമ്മിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ ജിമ്മിന് പോകാൻ കേട്ടോ. അത്ര വലിയ ജിം വർക്കൗട്ടൊന്നും ഇല്ല. ഇപ്പോൾ 4 ദിവസമായി കുറച്ചൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഡയറ്റും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിമ്മിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വെയിറ്റ് നോക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ വെയിറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ 68.05 ഉണ്ട്. 68.8 ഉണ്ടായിരുന്നു ഞാൻ തുടങ്ങിയപ്പോഴേക്കും. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഞാൻ ജിമ്മിനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയില്ല, കുളിച്ചു. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ആക്ച്വലി ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഹോസ്റ്റൽ ഡേ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഹോസ്റ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പോകാനായിട്ടാണ്. അപ്പോൾ DJയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ സ്പെഷ്യൽ ഫുഡാണ്. അപ്പോൾ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കുളിച്ചൊന്ന് റെഡിയായി ഫ്രഷ് ആയിട്ടോ. ഇനി ഒന്ന് ഒരുങ്ങണം, പെട്ടെന്ന് ഒരുങ്ങാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അടുത്തത് വീഡിയോയിലായിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.